Hi everybody, this is me, Casac Benjali. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ലോക്ക്ഡൌണിന് ശേഷം എന്തായിരിക്കും സാഹചര്യം? പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ പോസ്റ്റ് കൊറോണ ലൈഫ് എങ്ങനെയായിരിക്കും? ഏത് രീതിയിലാണ് കൊറോണയ്ക്ക് ശേഷമുള്ള ജീവിതം മുന്നോട്ട് പോകാൻ പോകുന്നത്? ലോകം എങ്ങനെയായിരിക്കും? ബിസിനസ് എങ്ങനെയായിരിക്കും? ജോലി സാധ്യത എങ്ങനെയായിരിക്കും? എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കും? ഒരുപാട് ചോദ്യങ്ങളുണ്ട് അല്ലേ? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, പോസ്റ്റ് കൊറോണ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൊറോണയ്ക്ക് ശേഷം അല്ലെങ്കിൽ കോവിഡിന് ശേഷം ഉണ്ടാകുന്നൊരു ലോകം പഴയ ലോകമായിരിക്കില്ല. കൊച്ചി പഴയ കൊച്ചി ആയിരിക്കില്ല. അപ്പം ബിലാലും പഴയ ബിലാലാവാതിരിക്കും. റെഡിയല്ലേ? കാരണം ലോകം മാറുന്നുവെങ്കിൽ നമ്മൾ ആദ്യം മാറണം. ലോകം ഒരു പുതിയ ലോകത്തിലേക്ക് മാറുന്നുവെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു പുതിയ വ്യക്തിയിലേക്ക് മാറുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പുറന്തള്ളപ്പെടും. റെഡിയാകുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. അതിന് വേണ്ടുന്ന ഏറ്റവും നല്ലൊരു ശീലമാണ് കൊറോണയ്ക്ക് ശേഷം അല്ലെങ്കിൽ കോവിഡിന് ശേഷമുള്ള ഒരു ലോകത്തെ പുതിയ രീതിയിലേക്ക് വിജയിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം? ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ എൻ്റെ ക്ലാസ്സുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഹാബിറ്റാണ് ഹാബിറ്റ് ഓഫ് മോർ. നിങ്ങൾ എത്ര സമയം ജോലി ചെയ്തു എന്നുള്ളതല്ല, എത്ര പഠിച്ചു എന്നുള്ളതല്ല, എത്ര സ്കില്ലുണ്ടായി എന്നുള്ളതല്ല. ഒരു കാര്യം ഉറപ്പാണ്, കൊറോണ എന്ന് പറയുന്നതിന് ശേഷം അല്ലെങ്കിൽ ലോകം ഈ ഒരു പോസ്റ്റ് കോവിഡ് സീസണിൽ ഒരു പുതിയ ലോകമാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കുക, നമ്മളെന്ന് പറയുന്ന വ്യക്തിയും കാതലായ മാറ്റം വരുത്തിയേ പറ്റൂ. അതിന് ചെയ്യാവുന്ന പ്രാക്ടീസ് ചെയ്യാവുന്ന ഏറ്റവും നല്ല മെത്തേഡാണ് ഹാബിറ്റ് ഓഫ് മോർ. എന്താണ് ഈ ഹാബിറ്റ് ഓഫ് മോർ? മോർ വർക്ക്. നിങ്ങൾ എത്ര സമയമാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്? മുമ്പ് 8 മണിക്കൂറാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളൊക്കെ വർക്ക് ചെയ്യുന്നത്, എനിക്കൊരു അഭിപ്രായമുണ്ട് ഗവൺമെന്റിനോടും അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തോടൊക്കെ. നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് 10 മുതൽ 5 മണി വരെയാണ്. കമ്പാരിറ്റീവ്ലി അതൊരു വേൾഡ് ആവറേജ് വെച്ച് നോക്കുമ്പോൾ വേൾഡ് ആവറേജിനേക്കാളും എത്രയോ കുറവാണ്. മാത്രമല്ല 10 മണി എന്നൊക്കെ പറയുന്ന ഒരു എനർജി ലോസ് ആയതിനു ശേഷമാണ് പലപ്പോഴും പ്രൊഡക്റ്റീവായിട്ട് ഒരു വർക്കിംഗ് അവേഴ്സ് ഒക്കെ തുടങ്ങുന്നത്. ലോകമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള രാവിലെയൊക്കെ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പഠിപ്പിക്കേണ്ട ഒരു കൾച്ചറിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. എന്തിനാണ് എനർജിയൊക്കെ ലൂസ് ചെയ്തിട്ട് 10 മണി വെയിറ്റ് ചെയ്യുന്നത്? എനിക്കിപ്പോഴും അറിയിച്ചില്ല. ലോകത്തിൽ എവിടെയും 10 മണിക്ക് ശേഷം ഓഫീസ് തുടങ്ങുന്നത് എനിക്കുണ്ടെന്ന് അറിയില്ല. പക്ഷേ വളരെ വികസിതമായിട്ടുള്ള വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു രാജ്യത്തിൻ്റെയും ഓഫീസ് ടൈമിംഗ് 10 മണിയല്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതായത് ദുബായ് പോലുള്ള സ്ഥലങ്ങളൊക്കെ 7 മണിയും 8 മണിക്കൊക്കെയാണ് ഗവൺമെന്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് അതൊന്നുമല്ല, റെഡി ടു വർക്ക് മോർ. അപ്പോൾ നമ്മുടെ വർക്കിംഗ് സമയത്ത് 1 മണിക്കൂർ കൂട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡിൽ ഒരുപാട് മണി നഷ്ടം, ഒരുപാട് വർക്കിംഗ് അവേഴ്സ് നഷ്ടം, ഒരുപാട് പ്രൊഡക്ഷൻ നഷ്ടമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ ഓഫീസ് തുറക്കുന്നത്? 8 മണിക്കാണോ 9 മണിക്കാണോ 10 മണിക്കാണോ? എപ്പോഴാണെങ്കിലും ശരി, അല്ലെങ്കിൽ എപ്പോഴാണ് ജോലി അവസാനിക്കുന്നത്? അതിനേക്കാളും 1 മണിക്കൂറെങ്കിലും കൂടുതൽ ജോലി ചെയ്യുക എന്നൊരു കൾച്ചറിലേക്ക് നമുക്കൊന്ന് മാറിക്കൂടെ? ജോലി ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നു, ഓൺട്രപ്രണർ തയ്യാറാവുന്നു, ഗവൺമെന്റ് തയ്യാറാവുന്നു. അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് ഈ കോവിഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ നേരിടേണ്ടി വന്ന ഒരു ക്രൂഷ്യൽ സാഹചര്യത്തെ ഓവർകം ചെയ്യാൻ ഒരു പരിധിവരെയെങ്കിലും വളരെ പെട്ടെന്ന് റിക്കവർ ചെയ്തുകൊണ്ട് പോകാൻ അത് നമ്മളെ സഹായിക്കില്ലേ? അതുപോലെ തന്നെ മോർ എനർജി. നിങ്ങളുടെ ശക്തി, നിങ്ങൾക്ക് എത്രയാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനേക്കാളും കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട്, കൂടുതൽ പോസിറ്റീവായിട്ട്, കൂടുതൽ ടൈം നിങ്ങളെ സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട്, കൂടുതൽ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ കൊളീഗ്സിനോടോ ഇതുവരെ കാണിച്ചതിനേക്കാൾ കൂടുതൽ സ്നേഹം കാണിച്ചുകൊണ്ട് തന്നെ കൂടുതൽ എനർജറ്റിക് ആയിട്ട്, കൂടുതൽ സർവീസ് മൈൻഡോട് കൂടിയിട്ട്, നിങ്ങളുടെ ശമ്പളത്തിന്റെ 10% ഇതുവരെ ചാരിറ്റി കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റവന്യൂടെ 10% ചാരിറ്റി കൊടുത്തിരുന്നെങ്കിൽ, നമുക്കതൊന്ന് കുറച്ച് കൂട്ടാം. ഒരു 20% എങ്കിലും ചാരിറ്റി കൊടുത്തുകൊണ്ട് നമ്മളെ ലോകത്തിന്റെ ഈ ഒരു പ്രശ്നത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ എല്ലാത്തിൻ്റെയും മോർ ഗിവിങ്, മോർ ഹാപ്പിനെസ്, അതായത് മോർ ഹെൽപ്പിംഗ് മെന്റാലിറ്റി കാണിച്ചുകൊണ്ട് നിങ്ങളൊരു 10 മിനിറ്റാണ് ഒരു ദിവസം ചിരിക്കുന്നതെങ്കിൽ എല്ലാവരോടും പരമാവധി ചിരിച്ചുകൊണ്ട് എല്ലാവരോടും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം കൂടുതൽ ഹാപ്പിനെസ്സോട് കൂടി കൂടുതൽ ചെയ്തുകൊണ്ട്, കൂടുതൽ ചാലഞ്ചിങ് ആയി, കൂടുതൽ നോളജ് ഉണ്ടാക്കി, കൂടുതൽ ട്രെയിൻ ചെയ്ത്, കൂടുതൽ കാപ്പബിലിറ്റി വർദ്ധിപ്പിച്ച്, കൂടുതൽ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഒരു മോർ ഓഫ് എവറിത്തിങ്. ഒന്നിലല്ല, ചെയ്യുന്നതിനെ എല്ലാം പോസ്റ്റ് കോവിഡും അതുപോലെ തന്നെ കോവിഡിന് മുൻപും എന്നുള്ള ഒരു ലൈഫിൽ നിങ്ങൾ എത്രയാണ് അവിടെ ചെയ്തിരുന്നത്, കോവിഡിന് മുമ്പിന് എത്രയാണ് ചെയ്തത്, ബിഫോർ കോവിഡും അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡും, ഈ ഒരു കോവിഡിന് മുൻപും കോവിഡിന് ശേഷവും നമ്മുടെ ലൈഫിൽ ക്രമാനുഗതമായിട്ടൊരു മാറ്റം വരുത്താൻ റെഡിയാണെങ്കിൽ, നമ്മുടെ കൾച്ചറിൽ മാറ്റം വരുത്താൻ റെഡിയാണെങ്കിൽ, നിങ്ങൾ മോർ എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ റെഡിയാണെങ്കിൽ, my dear friends, we can change our life. We can change economy, we can change industry. ഇനി രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, എപ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മനുഷ്യന് ഏറ്റവും കൂടുതൽ എനർജിയുള്ള സമയമാണ്? ഇതിന് കൂടുതൽ ആളുകളും പറയുന്ന ഒരു ഉത്തരമാണ്, രാവിലെയാണ് മനുഷ്യന് എനർജി. തീർച്ചയായിട്ടും നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ മൈൻഡൊക്കെ റിലാക്സ്ഡ് ആയിട്ട് വരുന്നൊരു സമയം എപ്പോഴും എനർജറ്റിക് ആണ്. എൻ്റെ ലൈഫിലും അങ്ങനെ തന്നെയാണ്. കൂടുതൽ സന്തോഷം തോന്നുന്ന സമയം രാവിലെ തന്നെയാണ്. പക്ഷേ എനിക്ക് വർക്കിങ്ങിന് ഏറ്റവും എഫക്റ്റീവാണ് രാവിലെ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഭൂരിഭാഗം ആളുകൾ
ആളുകൾക്കും എന്തെങ്കിലും ജോലി ചെയ്യാനോ ഹാർഡ് ജോലി ചെയ്യാനോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജോലി ചെയ്യാനോ ഏറ്റവും നല്ല സമയമായിട്ട് അവർക്ക് അനുഭവപ്പെടാറുള്ളത് രാവിലെ തന്നെയാണ്. പക്ഷേ കുറച്ച് ആളുകൾക്കെങ്കിലും അത് ഉച്ചയ്ക്ക് ശേഷമാണ്, കുറച്ച് ആളുകൾക്കെങ്കിലും രാത്രിയാണ്, കുറച്ച് ആളുകൾക്കെങ്കിലും ഈവനിങ് ആണ്. ഇപ്പോൾ എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യാൻ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ഫുൾ എനർജി അല്ലെങ്കിൽ കൂടുതൽ പവർ എനിക്ക് അനുഭവപ്പെടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഒരു രാത്രി 10 മണി വരെയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടും എൻ്റെ ചിന്തകളാവട്ടെ, എൻ്റെ മെൻ്റൽ പ്രോസസ്സിംഗ് ആവട്ടെ, എൻ്റെ ചിന്തിക്കാനുള്ളത് അതല്ലെങ്കിൽ ഫോക്കസ് ചെയ്തിട്ടൊരു കാര്യം ചെയ്യാൻ കഴിയുക, ഒരു ഹാർഡായിട്ടുള്ള ജോലി ചെയ്യാൻ തോന്നുക, ഇതൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് ഒരു ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ ഒരു 10 മണി വരെയുള്ള രാത്രി 10 മണി വരെയുള്ള സമയങ്ങളിലാണ്. ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പീക്ക് ടൈം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. രാവിലെയാണോ അല്ലെങ്കിൽ രാത്രിയാണോ അല്ലെങ്കിൽ ഏത് സമയത്താണ് നിങ്ങളുടെ പീക്ക് ടൈം എന്ന് പറയുന്നത്, ആ പീക്ക് ടൈം ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക, ഏറ്റവും നല്ല കഴിവ് നേടാൻ, ഏറ്റവും നല്ല അറിവ് നേടാൻ എല്ലാം പഠിക്കുക. എന്നിട്ട് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കോവിഡ് മൂലം ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിക്ക് അപ്പുറത്തേക്ക് നമ്മളെന്ന് പറയുന്ന ദ വേർഷൻ 2 ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അറിയാം നമുക്ക് പല ക്ഷീണങ്ങളും സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ ബിസിനസ്സിന് പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്, ജോലി നഷ്ടമായിട്ടുണ്ട്, വരുമാന നഷ്ടം ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഈ ലോക്ക്ഡൗൺ പീരീഡിലൂടെ, ഈ ഒരു കോവിഡ് പീരീഡിലൂടെ കൂടുതൽ ജോലി ചെയ്ത്, കൂടുതൽ അറിവ് നേടി, കൂടുതൽ ഹാപ്പിയായി, കൂടുതൽ എനർജറ്റിക്കായി, കൂടുതൽ എക്സസൈസ് ചെയ്ത്, കൂടുതൽ സന്തോഷത്തോടു കൂടി, കൂടുതൽ പഠിച്ച്, കൂടുതൽ സ്കിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ലോഞ്ച് യുവർ ന്യൂ വേർഷൻ. നിങ്ങളെന്ന് പറയുന്നത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കോവിഡിന് ശേഷം ഒരു പുതിയ ലോകമാണ് വരാനിരിക്കുന്നത്. കൊച്ചി പഴയ കൊച്ചി അല്ല എങ്കിൽ ബിലാൽ പഴയ ബിലാൽ ആവരുത്. ഒരു വേർഷൻ 2 ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണിത്. You shouldn't be the same person after this lockdown. You have to develop your version number 2. I will be a version number 2. Version 2 Casac Benjali. Are you ready to launch your version 2? If you are not launching your own version 2, you cannot survive in this hard time. Be ready to survive by launching your own version 2. Are you ready? This is the question I want to ask you. You shouldn't be the same person if the world is going to change. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അത് ഉപകാരപ്പെടട്ടെ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമിനെ കുറിച്ചും ട്രെയിനിങ്ങിനെ കുറിച്ചും വളരെ ക്രിസ്പി ആയിട്ടുള്ളതും ലെങ്തി ആയിട്ടുള്ളതുമായ മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യാൻ മറക്കരുത്, കസാക് ബെഞ്ചാലി. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്. ഒരുപാട് അപ്ഡേറ്റ്സുകളും സ്റ്റോറീസ് എല്ലാം ഫേസ്ബുക്ക് പേജിലും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. കസാക് ബെഞ്ചാലി എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ എംപ്ലോയീസിനെ നിങ്ങൾക്ക് ഈ ഒരു ലോക്ക്ഡൗണിന് ശേഷം സൂപ്പർ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റണം, ഒരു പുതിയ മൈൻഡ് സെറ്റോട് കൂടിയിട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളുകളാക്കി മാറ്റണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ കോർപ്പറേറ്റ് ട്രെയിനിങ് സ്ട്രാറ്റജിയെ കുറിച്ച് അറിയാൻ താഴെ കിടന്ന നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി. നിങ്ങൾ ഓൺട്രപ്രണർ ആണെങ്കിൽ ഈ പ്രതിസന്ധിക്ക് അപ്പുറത്തേക്ക് എങ്ങനെ ഒരു ബിസിനസ്സിനെ കൊണ്ടുപോകാം, എങ്ങനെ ബിസിനസ്സിനെ സസ്റ്റെയിൻ ചെയ്യാം, ഫ്ലോട്ട് ചെയ്യാം, സക്സീഡ് ചെയ്യാം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ബിസിനസ് ബൂം എന്ന് പറയുന്ന ഓൺട്രപ്രണറിയൽ ട്രെയിനിങ് സീരീസിനെ കുറിച്ച് അറിയാൻ താഴെ കിടന്ന നമ്പറിൽ വിളിക്കുക. ഒരിക്കൽ കൂടി ഞാൻ കസാക് ബെഞ്ചാലി. ഒരുപാട് നന്ദി. ലോഗിൻ ടു www.benjali.com for more details about it.